ഹലോ പ്രിയ സുഹൃത്തുക്കളെ, ദ്വാരകയിൽ നിന്ന് ബെറ്റ് ദ്വാരകയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഗോമതി നദി അഴിമുഖത്ത് സംഗമിക്കുമ്പോൾ അറബിക്കടൽ, സിന്ധുസാഗർ എന്നാണ് പഴയ പേര്, അറബിക്കടലിൽ സംഗമിക്കുമ്പോൾ കച്ച് ഉൾക്കടലിൻ്റെയും അറബിക്കടൽ സിന്ധുസാഗറിൻ്റെയും ഗോമതി നദിയുടെയും സംഗമസ്ഥാനത്ത് ബെറ്റ് ദ്വാരക എന്ന് പറയുന്ന അതിമനോഹരമായ ദ്വീപ്, ആ ദ്വീപിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ മുന്നാലെ ബോട്ടിലാണ് പോയിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ ഒരു പാലം വന്നിട്ടുണ്ട്, സുദർശന സേതു. അപ്പോൾ ഒരു 2-2.5 കിലോമീറ്റർ നീളമുള്ള സുദർശന സേതുവിലൂടെ നമുക്ക് ഇപ്പോൾ സുഖമായി ബെറ്റ് ദ്വാരകയിലെത്താം. ഈ ഒരു പാലം വരുന്നതിന് പല ചരിത്രമുണ്ട്. ഈ ഭാഗം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ പാകിസ്ഥാൻ ബോർഡറാണല്ലോ. അപ്പോൾ പാകിസ്ഥാനികൾ ഇവിടെ ID കാർഡൊന്നുമില്ലാതെ വന്ന് താമസിക്കുകയും പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യാൻ തുടങ്ങിയപ്പോൾ അത് വേണ്ട എന്ന് പറഞ്ഞ് ബോട്ട് സർവീസ് നിർത്തലാക്കിയിട്ട് ഒരു സേതു, അതായത് പാലം, ഏകദേശം 2-2.5 കിലോമീറ്റർ നീളമുള്ള പാലം, ആ പാലത്തിലേക്ക് കടക്കുന്നു എന്നാണ് തോന്നുന്നത്. അല്ല, ആയിട്ടില്ല, പാലം ആയിട്ടില്ല. അപ്പോൾ 2-2.5 കിലോമീറ്റർ നീളമുള്ള പാലത്തിലൂടെ മെയിൻലാൻഡിൽ നിന്ന്, വൻകരയിൽ നിന്ന് ബെറ്റ് ദ്വാരകയിലേക്ക് എത്താം. അത് ശ്രീകൃഷ്ണ കുചേലന്മാരുടെ സംഗമസ്ഥാനം. പണ്ടവർ സതീർത്ഥ്യരായിരുന്നു. അത് കഴിഞ്ഞ് സംഗമിച്ച സ്ഥലം, കെട്ടിപ്പുണർന്ന് സ്വീകരിച്ച സ്ഥലം ബെറ്റ് ദ്വാരക. അതോടൊപ്പം മീരാഭായ്, ഭക്തമീരയുടെ സമാധി സ്ഥലം. അപ്പോൾ ബെറ്റ് ദ്വാരക എന്ന ദ്വീപിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് പോകുന്നത് 2.3 കിലോമീറ്റർ നീളമുള്ള സുദർശന സേതുവിലൂടെ. അപ്പോൾ സുദർശന സേതു ആയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ സുദർശന സേതു, ബസ് തിരിഞ്ഞാൽ മാത്രമേ അറിയാവൂ. യെസ്, സുദർശന സേതു സുഹൃത്തുക്കളെ, സുദർശന സേതുവാണ്. അപ്പോൾ ഇത് 2.3 കിലോമീറ്റർ നീളമാണ്. ഇതിലൂടെ നമുക്ക് ബെറ്റ് ദ്വാരക എന്ന് പറയുന്ന ദ്വീപിലെത്താം. ഓക്കെ, അപ്പോൾ ഇതാ മനോഹരമായ സ്ഥലമാണ് കേട്ടോ. ഇവിടെയൊക്കെ മത്സ്യബന്ധനത്തിൻ്റെ കേന്ദ്രങ്ങളാണ്. മത്സ്യബന്ധനം നടത്തുമ്പോൾ പാകിസ്ഥാനികളും ഉണ്ടാവും, ഇന്ത്യക്കാരും ഉണ്ടാവും. അപ്പോൾ സമുദ്ര ബോർഡർ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒരല്പം മാറിക്കഴിഞ്ഞാൽ അവരവരുടെ രാജ്യത്തെ തടവുകാരാവും. അപ്പോൾ പാകിസ്ഥാനികൾ വന്നാൽ നമ്മൾ പിടിച്ച് തടവിലിടും. അത് കഴിഞ്ഞ് ഒന്ന് ചോദ്യം ചെയ്ത് അങ്ങ് വിട്ട് അയക്കും. ഇന്ത്യക്കാർ സമുദ്രാതിർത്തി ലംഘിച്ചാൽ അവരും പിടിച്ചോണ്ട് പോകും, അതവിടെ കൊണ്ടിടും. പിന്നെ വിടണ്ടോ എന്നൊക്കെ അവർ തീരുമാനിക്കും. അവിടെ ജനാധിപത്യമൊക്കെ അത്ര തന്നെയാണല്ലോ ഉള്ളത്. ചിലപ്പോൾ വിട്ടെന്നിരിക്കും, ചിലപ്പോൾ വിട്ടില്ലെന്നും ഇരിക്കും. അപ്പോൾ അതാണ്, മത്സ്യബന്ധന ബോട്ടുകൾ കാണുന്നു. മത്സ്യസമ്പത്ത് ധാരാളമുള്ള സ്ഥലമാണ്. അറബിക്കടലാണ് കാണുന്നത്. പഴയ പേര് സിന്ധുസാഗർ. അഴിമുഖം, ഗോമതി നദിയുടെ അഴിമുഖം ബെറ്റ് ദ്വാരക ദ്വീപിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. കച്ച് ഉൾക്കടലിൽ ഗോമതി നദിയുടെ അഴിമുഖത്ത് സിന്ധുസാഗർ ഇവ മൂന്നും സംഗമിക്കുന്ന, വേണമെങ്കിൽ ഒരു ത്രിവേണി സംഗമമെന്ന് പറയാം, സ്ഥലമാണ് ബെറ്റ് ദ്വാരക എന്ന ദ്വീപ്. അതിലേക്ക് 2.3 കിലോമീറ്റർ നീളമുള്ള സുദർശന സേതുവിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ് നമ്മുടെ വാഹനം. ഓക്കെ, ബാക്കി വിശേഷങ്ങൾ അവിടെ ചെന്ന ശേഷം. കാരണം ഇത് പാലം കഴിഞ്ഞ് കിട്ടാൻ കുറേ സമയമെടുക്കും. 2.3 കിലോമീറ്റർ നീളമാണ്. വിപ്ലവാത്മകമായ ഒരു പ്രവർത്തനമായിരുന്നു ഈ പാലത്തിൻ്റെ നിർമ്മിതി. അതോടെ പാകിസ്ഥാനികളുടെ ഭീഷണിയിൽ നിന്ന് ബെറ്റ് ദ്വാരക ദ്വീപ് ഏകദേശം മുക്തമായി എന്ന് തന്നെ പറയാം. ഓക്കെ,
ദ്വാരകാദ്വീപ്. ദ്വീപിലെ കാഴ്ചകൾ എത്രത്തോളം വ്യക്തമാകുമെന്നറിയില്ല, അത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇല്ല. ഹലോ പ്രിയ സുഹൃത്തുക്കളെ, ശ്രീ ഗോപി തലാബ് മന്ദിർ, ഗോപി തലാബ് എന്ന് പറയുന്നത് ഗോപിനാഥ് മന്ദിർ കാണാൻ വന്നിരിക്കുകയാണ്. ഇതാ നമ്മുടെ കൂടെയുള്ള ആൾക്കാരൊക്കെ അകത്ത് കയറി. സുഹൃത്തുക്കളെ, ഗോപിനാഥ് മന്ദിർ കാണുമ്പോൾ ഇവിടെ കുറച്ച് സുഹൃത്തുക്കൾ നിൽക്കുന്നുണ്ട്. ഇത് ഇവിടങ്ങളിലെല്ലാം ഇങ്ങനെ കാണും. അവർ തമ്മിൽ നല്ല ഉഗ്രൻ ഷണ്ടകളൊക്കെ ഇടയ്ക്ക് നടക്കും, അതും കാണാം. അവരവരുടെ ഒരു ലോകത്താണ്, പക്ഷെ മനുഷ്യരെയൊന്നും അങ്ങനെ ഉപദ്രവിക്കില്ല. അപ്പോൾ അതാണ്, അവറ്റകൾക്ക് വല്ലതൊക്കെ ഇവിടെ നിന്ന് തിന്നാൻ കിട്ടും. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് മന്ദിറിലോട്ട് കയറാം. ഗോപിനാഥ് മന്ദിർ. ഇതിനകത്ത് വരുമ്പം ഇവിടെ ചില കച്ചവടങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതിനകത്ത് കയറിയിട്ട് വരുന്നു. ഞാൻ കയറി നോക്കിയില്ല. അതിനകത്ത് എന്തൊക്കെ മാഡം ഉണ്ടോ വല്ലതും? ഓ, ചാടാൻ വയ്യ. ഒന്നാമത് ചാടി മണി അടിക്കണം. ഈ ക്യാമറ ഉള്ളത് കൊണ്ട് ചാടാൻ കുറച്ച് ബുദ്ധിമുട്ട് ഉണ്ട്. അതെ, അപ്പോൾ അവരെല്ലാം ചാടി മണിയടിച്ചിട്ട് വരുന്ന ആൾക്കാരാണ്. ഇനി നമുക്ക് നോക്കാം എന്താ സംഭവമെന്ന്. ഗോപിനാഥ് ചുറ്റുപാടും വേണമെങ്കിൽ നടക്കാം. ഇരുട്ടാണ്, കാണത്തില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങോട്ട് പോകണ്ട. ആൾക്കാർ ചുറ്റുപാട് കറങ്ങി വരുന്നുണ്ട്. അവിടെ ഒരുത്തും കിടക്കുന്നതാ. അത് തന്നെ അജിത് സാർ പറയും പോലെ നമ്മൾ ആ സുഹൃത്തിനെ തൽക്കാലം ശല്യപ്പെടുത്തണ്ട. അപ്പോൾ അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാൻ പറ്റും. അതിന് വേണ്ട സംഗതികളൊക്കെ ഉണ്ട്. ഒരുപാട് സാധനങ്ങൾ തീർച്ചയായിട്ടും ഉണ്ട്. കളഞ്ഞ് കുളിക്കരുത്, ഇവിടെ വന്ന് കാണുക. ഗോപി തലാബ് എന്ന് പറയുന്നത് അങ്ങോട്ടായിരിക്കും അല്ലേ സാർ? അപ്പോൾ ഇത് ഗോപിനാഥ് മന്ദിർ. ഇനി ഗോപി തലാബിലേക്ക് പോവുകയാണ്. ഗോപി തലാബ് എന്ന് പറയുമ്പം തീർത്ഥമാണ്, കുളിക്കുന്ന സ്ഥലമാണ്, തടാകമാണ്. തലാബ് എന്നാൽ തടാകം. അപ്പോൾ ഗോപി തലാബ്, ഗോപികമാരും ഒത്ത് ശ്രീകൃഷ്ണൻ കുളിച്ചിരുന്ന സ്ഥലം. അപ്പോൾ അവർ ആടിപ്പാടി കുളിച്ചിരുന്ന സ്ഥലത്ത് ഇവിടെയും ചെറിയ കച്ചവടങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ആണ് ഈ കാണുന്നത്. അപ്പോൾ ശ്രീകൃഷ്ണൻ്റെ ദേഹവിയോഗത്തിന് ശേഷം സങ്കടം എഗസ്റ്റ് ലൈറ്റാണ് എങ്കിലും നമുക്ക് വേണമെങ്കിൽ കാണാം. അത്യാവശ്യം കാണാൻ പറ്റാതെ ഇല്ല. ഗസ്റ്റ് ലൈറ്റ് ആയതുകൊണ്ട് ഇത്രത്തോളം കിട്ടുക. അരയന്നങ്ങളുണ്ട് ഇതിനകത്ത്. അരയന്നങ്ങൾ തന്നെയല്ലേ? അതെ, അരയന്നങ്ങൾ, ചെറിയ ഒരു തരം അരയന്നങ്ങൾ നീന്തി തുടിക്കുന്നുണ്ട്. അപ്പോൾ പൊള്യൂഷൻ ഇല്ലാത്ത ഒരു തലാബാണ്, തടാകമാണ് എന്നർത്ഥം. പൊള്യൂഷൻ ഉണ്ടെങ്കിൽ അവറ്റകൾ കാണത്തില്ല. നല്ല ഐശ്വര്യമുള്ള പ്ലാസ്റ്റിക്കൊക്കെ ഒന്ന് രണ്ട് അത് നമ്മൾ മനുഷ്യർ ചെല്ലുമ്പം ഇതിങ്ങനെയാണല്ലോ. പക്ഷെ കുറവാണ്, പ്ലാസ്റ്റിക് മാലിന്യങ്ങളൊക്കെ കുറവാണ്. പക്ഷികൾ ധാരാളം വന്നിട്ടുണ്ട്. അപ്പോൾ ശ്രീകൃഷ്ണൻ്റെ ദേഹവിയോഗത്തിന് ശേഷം സങ്കടം സഹിക്ക വയ്യാതെ ഗോപികമാർ
ചാടി ആത്മഹത്യ ചെയ്തു എന്ന് പോലും പറയപ്പെടുന്നുണ്ട്. അതല്ല, പരിഹാരാർത്ഥം ഈ തീർത്ഥത്തിൽ കുളിച്ചതാണ് എന്നും പറയാറുണ്ട്. അപ്പോൾ കുളിച്ചതായിരിക്കണം, അല്ലാതെ മരിക്കേണ്ട കാര്യമുണ്ടോ? മരിച്ചുകൂടായികയില്ല. ദുഃഖം സഹിച്ചുകൂടാതെ മോക്ഷത്തിൽ പോയി. അതാണ് സാറേ. അപ്പോൾ മോക്ഷം കിട്ടുക എന്നുള്ളത് പറയുമ്പം അത് കറക്റ്റാണ് അല്ലേ? അതുകൊണ്ടാണ് നമുക്ക് മോക്ഷം കിട്ടണം പറഞ്ഞ് അങ്ങ് ചാടുന്നു, വെള്ളത്തെടുത്ത് പ്രോഷണം ചെയ്യുന്നു. അതാണ്. അപ്പോൾ അത് ശരിയാണ്. അപ്പോൾ സാറ് പറയുന്ന അതാണ്, അതിലൂടെ മോക്ഷം കിട്ടി. അപ്പം ചാടി ആത്മഹത്യ ചെയ്യുന്നു എന്ന് പറഞ്ഞ് അതിനെ നിസ്സാരമാക്കണ്ട, അത് മോക്ഷത്തിലേക്കുള്ള പോക്കായിരുന്നു. ഇവിടെ ദേശാടന പക്ഷികൾ, പേര് നമുക്ക് അത്ര അറിഞ്ഞൂടാ, പക്ഷെ നല്ല മനോഹാരിതയുള്ള പക്ഷികൾ, കണ്ടോ? അത് വളരെ ഫ്രണ്ട്ലിയാണ്. അവരൊക്കെ അങ്ങനെ പേടിയൊന്നുമില്ല, സുഖമായിട്ട് അവിടെയൊക്കെ ഇങ്ങനെ നടക്കണം. രണ്ട് നിറം കാണുന്നുണ്ട്, അപ്പോൾ ആൺവർഗവും പെൺവർഗവും ആയിരിക്കണം അല്ലേ? ബ്ലാക്ക് കൂടുതൽ കളർ ഉള്ളത് ആണും മറ്റത് പെണ്ണും ആയിരിക്കാം, ഞാൻ ഊഹിക്കുന്നത്. അപ്പോൾ നല്ല അതിൻ്റെ കൊക്ക് വളരെ നീഡിൽ പോലെയുള്ള മത്സ്യത്തെ പിടിക്കാൻ പറ്റിയ തരത്തിലുള്ള മത്സ്യങ്ങളൊന്നും തന്നെ ഇവനിൽ നിന്ന് രക്ഷപ്പെടും എന്ന് തോന്നുന്നില്ല. അപ്പോൾ വളരെ സമർത്ഥമായി കൊക്കിൻ്റെ ഉള്ളിലാക്കുന്നുണ്ട്. അപ്പോൾ അതാണ് സംഭവം. ഗോപി തലാബ് അങ്ങനെ കണ്ടു. ഇനി തിരിച്ചിങ്ങോട്ട് കയറുമ്പോൾ നല്ല ആഴായിട്ടോ. അതെ, നമ്മളെ ശ്രീനിവാസൻ സാറേ, ആ സിനിമയിൽ ശ്രീനിവാസൻ ചാടിയ പോലെ അല്ലേ? ക്യാമറ എവിടെ വയ്ക്കണം? ക്യാമറ കൂടെ ചാടട്ടെ. നായിക ചാടുകയല്ലേ, ക്യാമറയ്ക്കും ചാടിക്കൂടെ എന്ന് പറയുന്നു. നമ്മുടെ ഓലക്ഷൻ സാറുണ്ട്, പിന്നെ വെങ്കട സുബ്രഹ്മണ്യ ജി ഉണ്ട്, SB ജി ഉണ്ട്, പിന്നെ അവരെല്ലാം സംസാരിക്കുന്നുണ്ട്. രാജൻ പിള്ള, ഹരിദാസ് ജി, ഇവിടെ എന്തൊക്കെയോ പരിശോധിക്കുന്നു. അത് ഗീതാജി എന്ത് പറയുന്നു? നല്ല കാര്യങ്ങൾ പറഞ്ഞോളൂ. കാരണം 25-നല്ലേ പോണത്, 26. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ എന്തും പറയാൻ സ്വാതന്ത്ര്യമുണ്ട്. ഗോപി തലാബ്, അത് ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യമേ ഉള്ളൂ, ഇവർ ആത്മഹത്യ ചെയ്തതാണോ കുളിച്ചതാണോ? അപ്പൊ ചിലർ പറയുന്നു മോക്ഷപ്രാപ്തിയാണല്ലോ കിട്ടുന്നത്, അത് ആത്മഹത്യയായിട്ട് കൂട്ടണ്ട, അതിലൂടെ മോക്ഷം കിട്ടി എന്ന് പറയുന്നു. അങ്ങനെ ആയിരിക്കാം. ജലസമാധി തീർച്ചയായിട്ടും. കേൾക്കാം. അപ്പോൾ ഗീതാ മഠം പറഞ്ഞത് ശരിയാണ്. അപ്പോൾ അതുകൊണ്ട് വെറും ഒരു സ്നാനകർമ്മമല്ല, അത് മോക്ഷപ്രാപ്തിയിലേക്കുള്ള ഒരു പോക്കായിരുന്നു എന്ന് തന്നെ പറയാം. ഗംഗാധർജി പറഞ്ഞതുപോലെ ജലസമാധി അല്ലേ സാർ? ഇങ്ങോട്ട് തിരിഞ്ഞ് പറയണം. ഇല്ല, അത് സാറ് ഒരു പുണ്യപ്രവൃത്തി ചെയ്യാൻ പോവുകയാണ്. ഇത് വാങ്ങി ആ ജീവജാലങ്ങൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും പുണ്യം കിട്ടും. കണ്ട, ഇങ്ങനെയാണ്. ഇതൊക്കെ നല്ല കാര്യങ്ങളാണ്. നമുക്ക് പുണ്യം കിട്ടും, അവയ്ക്ക് ഭക്ഷണം കിട്ടും. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ കേരളത്തിലും ഇങ്ങനെയൊക്കെ വേണം. നമ്മളെപ്പോഴും ഈ കാര്യങ്ങൾ ചിന്തിക്കുന്നതിൽ ബുദ്ധിമാന്മാരെന്ന് പറയണമെങ്കിലും പ്രായോഗിക ബുദ്ധിയിൽ നമ്മൾ ഏറ്റവും പിന്നിലേ വരുള്ളൂ. 20 രൂപയേ ഉള്ളൂ. നമുക്ക് അതിൻ്റേതായ പുണ്യം, അവയ്ക്കൊരു ഭക്ഷണം, ഇത് ഉപജീവന മാർഗം നാട്ടുകാർക്ക്. അതിലെ ഉള്ളിലുള്ളവർക്ക് എന്താ കൊടുക്കാത്തതെന്ന് അറിയാൻ വയ്യ. അതെന്താണെന്നോ അത് അറിയാൻ വയ്യ. അവർക്കൂടെ കൊടുക്കേണ്ടതായിരുന്നു. അപ്പോൾ ഭാഷ നമുക്കങ്ങനെ വഴങ്ങാത്തത് കൊണ്ട് അതിൻ്റെ കാര്യങ്ങൾ കൃത്യമായിട്ട് ചോദിച്ചറിയാൻ പറ്റണില്ല. അപ്പം
എന്തായാലും ആ അമ്പലത്തിൻ്റെ നേരത്തെ എടുത്തു. അപ്പോൾ ചുരുക്കത്തിൽ ഗോപി തലാബ് കണ്ടു. ശ്രീകൃഷ്ണന് ദേഹവിയോഗം ചെയ്യേണ്ടി വന്നു. ഗാന്ധാരി ശാപമെന്ന് പറയുന്നു. ജരൻ്റെ അമ്പേറ്റ് അദ്ദേഹം സ്വർഗം പോകുകയാണ് ഉണ്ടായത്. ജരൻ എന്ന് പറയുന്നത് ത്രേതായുഗത്തിൽ ശ്രീരാമൻ അമ്പ് കൊണ്ട് വധിച്ച ബാലിയാണ് അടുത്ത ജന്മത്തിൽ ജരൻ എന്ന കാട്ടാളനായി പിറന്നതെന്നും, അപ്പോൾ ബാലിയെ അമ്പെയ്ത് കൊന്നു, ഒളിയമ്പെയ്ത് കൊന്നു എന്നതിന് പകരമായി ജരൻ തിരിച്ച് ശ്രീരാമൻ്റെ അടുത്ത അവതാരമായ ശ്രീകൃഷ്ണനെ അമ്പെയ്ത് കൊല്ലണം എന്നുള്ള വിധി ആയിരുന്നു എന്നും അത് നടപ്പിലാക്കപ്പെടുകയായിരുന്നു ചെയ്തതെന്നും, അങ്ങനെ പെരുവിരലിൽ വലത്തുകാലിൻ്റെ പെരുവിരൽ അമ്പേറ്റ് സ്വർഗം പൂകിയ ശ്രീകൃഷ്ണൻ അതോടൊപ്പം അദ്ദേഹം സൃഷ്ടിച്ച ദ്വാരക എന്ന് പറയുന്ന 12 യോജന വിസ്തീർണമുള്ള, അതായത് 96 ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണമുള്ള ദ്വാരക മൊത്തമായി തന്നെ സമുദ്രത്തിൽ സിന്ധുസാഗർ എന്നറിയപ്പെടുന്ന ഇന്ന് അറബിക്കടൽ എന്ന് വിളിക്കുന്ന ആ സമുദ്രത്തിൽ ആണ്ടുപോവുകയും ചെയ്തു അത്രേ. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മുടെ ബലരാമൻ ശ്രീകൃഷ്ണൻ്റെ ചേട്ടൻ സ്വർഗം പൂകി. ശ്രീകൃഷ്ണൻ ജരൻ്റെ അമ്പേറ്റ് സ്വർഗം പൂകി. സങ്കടത്തിൽ ആണ്ടുപോയ ഗോപികമാർ ഈ ഗോപി തലാബിൽ സ്നാനം ചെയ്ത് ജലസമാധി വരിച്ചു, മോക്ഷപ്രാപ്തിയിലെത്തി. അങ്ങനെ ആ ദ്വാരക എന്ന് പറയുന്ന ആ ഒരു ഭൂവിഭാഗവും യാദവന്മാരും ഒരുമിച്ച് കുറ്റിയേറ്റുപോയി എന്നാണ് വിശ്വാസം. സുഹൃത്തുക്കളെ, ഓക്കെ, നമ്മുടെ സുഹൃത്തുക്കൾ ഇവിടെ നിന്ന് ശുദ്ധമായ കരിക്ക് വാങ്ങി കഴിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കും വേണമെങ്കിൽ കഴിച്ചാൽ കൊള്ളാമെന്നുണ്ട്, നോക്കട്ടെ. ഓക്കെ.